ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയാനുള്ളത്, DS ഇറ എന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സ്കിപ്പ് അടിച്ച് പോവുക. ഫുൾ സ്പോയിലറാണ്. ഈ സിനിമ കണ്ടവർക്ക് മിക്കതും തോന്നിയിട്ടുള്ളൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഒരു ഡെഡ് ബോഡിയോടൊപ്പം ജീവിക്കാൻ പറ്റുക? പക്ഷേ അതൊരു നടന്ന സംഭവമാണ്. ധാരാളം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ എവിടെയല്ല, മലപ്പുറത്ത് കൊളത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ സയ്യിദ് എന്ന് പറഞ്ഞ ഒരു 50-കാരനും മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഭാര്യയും 3 മക്കളും ഏകദേശം 3 മാസത്തോളമാണ് അദ്ദേഹത്തിൻ്റെ ബോഡിയോടൊപ്പം ജീവിച്ചത്. പിന്നീട് ഈ വീട്ടുകാരെ പുറത്തേക്കൊന്നും കാണാതായതോടെ നാട്ടുകാർ ചെറിയ സംശയം തോന്നി. പിന്നെ ആ വീട്ടിൽ നിന്നും ഒട്ടും സഹിക്കാനാവാത്ത ഒരു ദുർഗന്ധവും വമിക്കുന്നതും അവർ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് അവർ പോലീസിൽ പരാതിപ്പെടുന്നത്. പോലീസ് വാതിൽ ചവിട്ടി തുറന്നപ്പോൾ അവർ കണ്ടത് ജീർണിച്ചിരിക്കുന്ന ഒരു ശവശരീരം. അതിനു ചുറ്റും പ്രാർത്ഥന ചൊല്ലുന്ന ആ വീട്ടുകാർ. ആ 3 മക്കളിൽ 21 വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവും ഉണ്ടായിരുന്നു. മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത് കാൺപൂരിൽ നിന്നായിരുന്നു. വിംലേഷ് ദീക്ഷിത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ഇൻകം ടാക്സ് ഓഫീസർ. ഏകദേശം 1.5 വർഷത്തോളം ലീവിൽ പോയ ആളുടെ കണ്ടിന്യൂസ് സാലറി ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നപ്പോൾ ഓഫീസിലാളുകൾക്ക് വളരെയധികം ഡൗട്ട് തോന്നി. അങ്ങനെ അവർ പോലീസിൽ ഒരു പരാതി കൊടുത്തു. പോലീസ് കണ്ടെത്തിയ കാര്യം ഞെട്ടിക്കുന്നതായിരുന്നു. ഏകദേശം 1.5 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ജീവിച്ചു. ആ വീട്ടുകാർ അദ്ദേഹം കോമയിൽ പോയി എന്നാണ് വിചാരിച്ചിരുന്നത്. അതും 1.5 വർഷത്തോളം. എന്നും ഗംഗാജലം തളിക്കുകയും അദ്ദേഹം പുനർജനിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. 2017 കൊൽക്കത്തയിലെ റോബിൻസൺ സ്ട്രീറ്റിൽ ഒരു ആത്മഹത്യ നടന്നു എന്നുള്ളൊരു വിവരം പോലീസിന് കിട്ടി. അങ്ങനെ പോലീസ് ആ വീട്ടിൽ എത്തിച്ചേർന്നു. അവിടെ പോലീസിനെ വരവേറ്റത് മറ്റൊരു സത്യം കൂടിയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 6 മാസങ്ങൾ മുമ്പ് ദേവ്ജാനി എന്ന പേരുള്ള ആ വീട്ടിലെ മകള് മരണപ്പെട്ടു. എന്നാൽ നാട്ടുകാരോ അയൽവാസികളോ ആരും തന്നെ ഈ സത്യം അറിഞ്ഞില്ല. ആ വീട്ടിലെ തന്നെ ആ സ്ത്രീയുടെ സഹോദരനായിട്ടുള്ള പാർത്ഥ 6 മാസം ആ ഡെഡ് ബോഡിക്ക് കാവലായിട്ട് നിന്നു. തനിക്ക് ആരുമില്ലെന്നും അവർ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെടുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നു. ആ സ്ത്രീയുടെ ശരീരത്തോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന 2 പെറ്റ് ഡോഗ്സിൻ്റെ അസ്ഥികൂടവും പോലീസുകാർക്ക് കിട്ടി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 1-2 കാര്യങ്ങളാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ഡെലൂഷണൽ ബിലീഫാണ്. ഇല്ലാത്തൊരു സംഭവം ഉണ്ട് എന്ന് വിശ്വസിക്കുക, അതിനെ അടിയുറച്ച് വിശ്വസിക്കുക. പിന്നെ സോഷ്യൽ ഐസൊലേഷൻ. ആ വാക്ക് സൂചിപ്പിക്കുമ്പോൾ തന്നെ സോഷ്യലി സമൂഹത്തിനോട് നമുക്ക് ഇടപഴകാനുള്ളൊരു ബുദ്ധിമുട്ട്, നമ്മളെ എന്തോ തടയുന്നത് പോലെയുള്ളൊരു തോന്നൽ. അതുകൊണ്ട് തന്നെയാണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ കൂടുതൽ ചേർത്ത് പിടിക്കാനും അവരെ കൂടുതൽ സമൂഹത്തോട് അടുപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം എന്ന് പറയാനുള്ള പ്രധാന കാരണം.